പറയുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞു പോയ ഒന്നാമത്തെ അവസരമേതെന്നറിയുമോ? ഞാൻ കരഞ്ഞുപോയ ഒന്നാമത്തെ അവസരമേതെന്നറിയുമോ? ശപിക്കപ്പെട്ടവന് പറയുന്നു, നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിക്കുകയാ. അല്ലാഹുവേ, ആദം നബിയെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് എല്ലാ അറിവുകളും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാ അറിവുകളും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആദം നബിയെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകളുടെ മുന്നിലേക്ക് ആദം നബിയെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഫസ്ജുദൂ ലി ആദമാ, നിങ്ങളെല്ലാവരും ആദമിന് സുജൂദ് ചെയ്യണേ. എല്ലാവരും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യണേ. നിങ്ങളെക്കാളും അറിവുള്ളവൻ ആദമാണെന്ന് പടച്ച റബ്ബ് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാ മലക്കുകളും അല്ലാഹുവേ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയാ. പക്ഷേ ഒരാള് മാത്രം ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്തില്ല. അല്ലാഹു ചോദിച്ചു, നീ എന്തേ സുജൂദ് ചെയ്യാത്തത്? അവിടെന്ന് പറയുന്നു, ഈ ആദമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് പടച്ചവര്, എന്നെയാണെങ്കിലോ തീയിൽ നിന്നാണ് പടച്ചവര്. അതുകൊണ്ട് മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് ഈ തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യില്ല അല്ലാ. ഇതാരാ പറഞ്ഞതെന്നറിയുമോ? മലക്കുകളുടെ ഉസ്താദായിരുന്ന അസാസീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, പടച്ചവനെ അവിടെന്ന് പറഞ്ഞു, അല്ലാ, ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല. അവൻ അഹങ്കാരത്തിന്റെ വാക്ക് പറയുകയാണ്. അവന് പടച്ചവനോട് ധിക്കാരം കാണിക്കുകയാ. ആ സമയത്ത് അല്ലാഹു അതാ അവനെ ശപിക്കുകയാണ്. എടാ, ശപിക്കും, നീ നശിച്ചു പോകട്ടടാ. അല്ലാഹുവേ, പടച്ചവനെ, പടച്ചറപ്പവനെ ശപിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ശൈത്താൻ പറയുന്നു, നബിയേ, അല്ലാഹു എന്നെ ശപിച്ചപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞുപോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചവന് ശപിക്കപ്പെട്ട ശൈത്താനെ ചതിക്കുമ്പോ അല്ലാഹുവേ, പടച്ചവര്, അതാ നീ ശപിക്കപ്പെട്ടവനാണെന്ന് പടച്ച റബ്ബ് പറയുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് മൂത്രമൊടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ശൈത്താൻ പറയുന്നു, നബിയേ, ഞാൻ കരഞ്ഞുപോയ ഒന്നാമത്തെ അവസരമാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, രണ്ടാമത്തെ അവസരമേതാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമ്മുടെ തറവാട്ടിൽ നിന്ന് പടച്ചവൻ അവനെ പുറത്താക്കിയ സമയമാ. അവൻ അഹങ്കാരം കാണിച്ചപ്പോ, ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാതിരുന്നപ്പോ, അവന് പടച്ചവരോട് ധിക്കാരം കാണിച്ചപ്പോൾ അല്ലാഹു അതാ സ്വർഗത്തിൽ നിന്ന് ശൈത്താനെ പുറത്താക്കുകയാണ്. അല്ലാഹു അതാ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാ. ആ പുറത്താക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നിറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മൂന്നാമത്തെ അവസരമേതാ? യാ റസൂലല്ലാഹ്, അത് പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാ നബിയേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹയുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ, രാവിലെ മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോ പണ്ട് മുതലേ ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അത് ഓതുന്നതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വരെ ഉസ്താദന്മാരുടെ അടുക്കൽ ചോദിച്ചിട്ടുണ്ടോ, എന്തിനാ ഉസ്താദെ ഫാത്തിഹ ഓതിയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അത് ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നാലാമത്തെ അവസരമേതാ? അല്ലാഹുവിന്റെ പ്രവാചകന് ചോദിച്ചു തീരണ്ട താമസം പ്രവാചകന്റെ മുന്നിൽ ഇരുന്ന് വിതിമ്പിക്കൊണ്ട് ആ ശപിക്കപ്പെട്ടവന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അത് നബിയേ, അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. ശൈത്താൻ ഒരുപാട് കരഞ്ഞുപോയി. എങ്ങനെ കരയാതിരിക്കും? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മാമിൻ മൗലൂദിൻ ഇല്ലാ നഹ്സുഹു ശൈത്താൻ. ഈ ഭൂമുഖത്തേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അതാ കുഞ്ഞു വെളിയിലേക്ക് കടന്നു വരുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുന്ന ചോര കുഞ്ഞിന് ശപിക്കപ്പെട്ട ശൈത്താൻ നുള്ളി നോവിക്കുകയാ. പടച്ചവനെ അവൻ നുള്ളി നോവിക്കുകയാണ്. ആ നുള്ളി നോവിക്കുന്ന വേദന സഹിക്കാൻ കഴിയാതെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുന്ന ആ ചോര കുഞ്ഞ് കരയുന്നത് കണ്ടിട്ടവന് സന്തോഷിക്കുകയാ. എല്ലാ കുഞ്ഞുങ്ങളും കരയാനുള്ള കാരണം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ശൈത്താൻ നുള്ളി നോവിക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങളായി ഞാനും നിങ്ങളും കിടന്ന് കരഞ്ഞപ്പോ അവൻ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചവനാട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതൊരു വല്ലാത്ത ജനനമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അത്ഭുത ബാലന്മാരിൽ ഒന്നാമത്തെ അത്ഭുത ബാലനാരാ? 11 കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ അത്ഭുത ബാലനാരെന്നറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിക്കുന്ന സമയത്ത് കരയുമ്പോ ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ശൈത്താൻ ചിരിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചപ്പോ ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുന്ന കുഞ്ഞിന്റെ ചെവിയിലേക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാഹു അക്ബർ. പടച്ചവനെ പാങ്കാട് പറഞ്ഞു കൊടുക്കുന്നത്. കുഞ്ഞിന്റെ വലത് ചെവിയിൽ പാങ്ക് വിളിക്കുന്നു, കുഞ്ഞിന്റെ ഇടത് ചെവിയിൽ കാമത്ത് കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ളവര്, കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പടച്ചുറപ്പാണ് വലിയവനെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ചെവിയിൽ ആരും പാങ്ക് വിളിച്ചില്ല. അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. അതിനാവശ്യമില്ലായിരുന്നു. എന്റെ ശൈത്താന് കരയാറുള്ള കാരണം എന്താ? ശൈത്താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയ ആ 4ാമത്തെ അവസരം ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് സംസാരിച്ചുകൊണ്ടാ കടന്നു വന്നത്. എങ്ങനെയാ കടന്നു വന്നതെന്നറിയുമോ? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. അല്ലാഹുവേ, വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ഞാനും നിങ്ങളും പള്ളിക്കകത്തിരുന്ന് പറയുന്ന ഒരു ദിക്റാണല്ലോ. ഇതാരാ പറഞ്ഞത്? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ. അവിടെന്ന് വിളിച്ചു പറയുന്നു അല്ലാഹു അക്ബർ കബീറാ. അള്ളാഹുവാണ് വലിയവനെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. അതൊരു വല്ലാത്ത ജനനമായിരുന്നല്ലോ, അതൊരു വല്ലാത്ത അത്ഭുതമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ജീവിതം വല്ലാത്ത